കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വാഗതം. അതെ അതെ. അപ്പൊ ഇന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു സുദിനമാണ്. ഞങ്ങള് 3 പേരും കൂടെ പ്രത്യക്ഷപ്പെട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താന്നുള്ളത്. അതെ. അപ്പം എല്ലാവരും ഒരുപാട് നമ്മുടെ ചാനലില് ആഗ്രഹിച്ച ഒരു ദിവസമാണെന്ന് വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മളോട് കമന്റ്സിൽ ചോദിക്കാറുണ്ട്, പ്ലേ ബട്ടൺ കിട്ടിയില്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മളോട് ആഗ്രഹിച്ച് പറയാറുണ്ട് ഇനി ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അൺബോക്സിംഗ് വീഡിയോ ആണെന്ന്. അപ്പൊ അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് ആ ദിവസം ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾക്ക് അറ്റ് ലാസ്റ്റ് ആ പ്ലേ ബട്ടൺ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത്. അപ്പൊ നമുക്ക് ഇന്ന് അൺബോക്സിംഗിലേക്ക് തുടങ്ങാം. ഞങ്ങളിത് കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേച്ചാണ് വീണ്ടും അത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ. പക്ഷെ നിങ്ങള് പ്രേക്ഷകരെ കാണിക്കേണ്ടതാണല്ലോ വളരെ അത്യാവശ്യം. നിങ്ങളുടെ ഒരു ഇതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോ ഒരു 1 lakh കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കേട്ടോ. അങ്ങനെ ദൈവാനുഗ്രഹത്തോടെ വലിയൊരു ഡ്രീം ഇവിടെ അച്ചീവ് ആയിരിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് അത് വിലമതിക്കാനാവാത്തതാണ് കേട്ടോ. ഫ്രം ദ ബിഗിനിങ്, അതായത് 0 സബ്സ്ക്രൈബർ തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും അതിനുശേഷം വന്നവരും ഒക്കെ ഒത്തിരി സപ്പോർട്ടും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു വലിയ അംഗീകാരം ഞങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. അപ്പൊ അതില് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു അല്ലെ. തീർച്ചയായിട്ടും ഈ മേലിലും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് കേട്ടോ ഞങ്ങളെ മേലിലേക്ക് നയിച്ചുകൊണ്ട് പോണത്. അതെ, അതുപോലെ തുടക്കത്തിലൊക്കെ ഞങ്ങളെ ഒരുപാട് കളിയാക്കിയവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതത്ര കെയർ ചെയ്യാറില്ല, കാരണം ലെറ്റ് ദം ഡു, അത്രേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ഞങ്ങൾക്കൊരു പ്രചോദനം കൂടിയായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് ഈ സിൽവർ പ്ലേ ബട്ടൺ ഇന്ന് നമ്മുടെ ടേബിളിൽ ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞൊരു വാചകമാണ്. നമ്മൾ എന്ത് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാലും ഈ ലോകം മുഴുവനും നമുക്ക് ചുറ്റും അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം നിൽക്കും എന്ന വലിയൊരു തത്വമാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. അപ്പൊ ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ അവസരത്തില് അപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് മോമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ താമസിക്കുന്ന മോമിന് ലോകമെമ്പാടും പല സ്ഥലത്തായി ജീവിക്കുന്ന 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ആയിട്ടും ബന്ധപ്പെടാൻ സാധിക്കുക എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഈ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായതിൻ്റെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വന്നിരിക്കുന്ന ഈ സിൽവർ പ്ലേ ബട്ടൺ, അതോടൊപ്പം എനിക്ക് തോന്നുന്നു അവരുടെ അപ്രീസിയേഷൻ ലെറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതൊരു വലിയ കാര്യമാണ്. യൂട്യൂബ് പോലെയുള്ള ഒരു ആഗോള സ്ഥാപനത്തിൽ നിന്ന് ഇത്തരം ഒരു മോണിമെന്റ് കിട്ടുകയും ഇത്തരം ഒരു അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഒരു വലിയ കാര്യമാണ്, സംശയമില്ല. ഇത് സാധ്യമാക്കിയത് ഇതിന്റെ വ്യൂവേഴ്സും ഇതിന്റെ സബ്സ്ക്രൈബേഴ്സുമായ നിങ്ങളാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും വിമർശനവും മാത്രമാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് നടത്തുന്നതിനായിട്ട് സാധിച്ചത്. തുടർന്നും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ളതായ പ്രോത്സാഹനങ്ങളും ഉണ്ടാകണമെന്നും ഇത് മുകളിലേക്ക് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ നമ്പർ മുകളിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി
അഭ്യർത്ഥിക്കുന്നു. അമ്മയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പറയേണ്ട കാര്യമില്ല. അമ്മ നിരന്തരമായിട്ട് ഒരുപാട് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഓരോ ഡിഷുകളും സെലക്ട് ചെയ്യുന്നതിനും കഴിയുന്നിടത്തോളം നാടൻ ഡിഷുകൾ തന്നെ സെലക്ട് ചെയ്യണമെന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നാടൻ അടുക്കള എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ മൺമറഞ്ഞു പോയ നമ്മുടെ രുചിഭേദങ്ങൾ, നമ്മുടെ മറന്നുപോയ നമ്മുടെ ചില വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ടാണ് കൂടുതലായിട്ടും ശ്രമിക്കുന്നത്. ആ ശ്രമവുമായിട്ട് തന്നെ തുടർന്ന് പോകണം. നാടൻ വിഭവങ്ങൾ നമ്മുടെ വയറിനും നമ്മുടെ ആരോഗ്യത്തിനും എപ്പോഴും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പോയ്സൺലെസ് ആണ്, പോയ്സൺ ഫ്രീ ആണ്. നമ്മൾ മറ്റ് ആഹാര പദാർത്ഥങ്ങളെ വെച്ച് നോക്കുമ്പോൾ നാടൻ വിഭവങ്ങൾ വളരെയേറെ ആരോഗ്യപരമായും നമ്മുടെ ശാരീരികമായിട്ടും ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നാടൻ വിഭവങ്ങളിലേക്ക് പല ആൾക്കാരും തിരിയുന്നതായും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ട്രെൻഡാണ്. കഴിയുന്നിടത്തോളം നാടൻ വിഭവങ്ങൾ എല്ലാവർക്കും എപ്പോഴും അത് സാധിച്ചു എന്ന് വരില്ല എങ്കിൽ തന്നെയും നാടൻ വിഭവങ്ങൾ കഴിയുന്നിടത്തോളം നമ്മൾ ശീലിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും കാത്തിരുന്ന ആ സമയം നമ്മുടെ അടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേ ബട്ടൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് ഞങ്ങളൊന്ന് തുറന്നു നോക്കിയായിരുന്നു. പെട്ടെന്നുള്ള ഒരു ആൻസൈറ്റി കാരണം അകത്ത് എന്താന്നൊക്കെ അറിയാൻ തുറന്നു നോക്കിയായിരുന്നു. പക്ഷെ അത് നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ, നിങ്ങളാണല്ലോ ഞങ്ങൾക്ക് ഇത് തന്നത്. അപ്പൊ നമുക്ക് ഇനി വേഗം തന്നെ നമ്മുടെ പ്ലേ ബട്ടൺ ഒന്ന് നമുക്ക് കാണാം. അൺബോക്സ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതാണ് നമുക്ക് കൊറിയർ വന്ന സാധനം. ഇങ്ങനെയാണ്. അപ്പോൾ യൂട്യൂബിന്റെ സിമ്പലൊക്കെ ഉള്ള ഒരു വലിയ ബോക്സ് ആയിട്ടാണ് നമുക്ക് വന്നത്. അതിൽ നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് കാണാം. തുറന്നു കഴിയുമ്പോ അമ്മ തുറന്ന് അങ്ങോട്ടൊന്ന് കാണിക്കാം. അതെ ആദ്യം ഇങ്ങനെ കാണിക്കാം. തുറന്നു കഴിയുമ്പോ ഒരു നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കവർ ഇല്ലേ, അതാ വെച്ചിട്ട് സ്പോഞ്ച് പോലത്തെ ഒരു സാധനം സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് വെക്കാം. പിന്നെ വന്നിരിക്കുന്നത് ഒരു യൂട്യൂബ് സിഇഒയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പിടിച്ചോട്ടോ, കാണിക്കാം. യൂട്യൂബ് സിഇഒ നമുക്ക് തന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ എഴുതിയിരിക്കുന്നത് നമ്മളെ പറ്റി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തതിലുള്ള അവരുടെ സന്തോഷവും സ്നേഹവുമാണ് ഈ സർട്ടിഫിക്കറ്റില് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോ സിഇഒ ആയ സൂസൻ, പേര് എനിക്ക് മൊത്തം വായിക്കാൻ അറിയില്ല, പ്രൊനൗൺസിയേഷൻ അറിയില്ല. എന്തായാലും അവരുടെ സൈനോടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിനുശേഷമാണ് നമ്മുടെ ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. അതിനുശേഷമാണ് നമ്മുടെ പ്രധാന താരം ഇരിക്കുന്നത്, നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. അപ്പൊ അത് ഞാനൊന്ന് എടുക്കാം. കവറിൽ നല്ല വെൽ പാക്ഡ് ആണ് കേട്ടോ. വെൽ പാക്ഡ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. നമ്മുടെ പ്ലേ ബട്ടൺ ആണ്. നമ്മുടെ പ്ലേ ബട്ടണില് ഇവിടെയൊക്കെ ഒരു മിറർ, യൂട്യൂബിന്റെ സിംബലോടുകൂടിയുള്ള ഒരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രസന്റഡ് ടു മുമ്മാസ് കിച്ചൺ, ഒരു നാടൻ അടുക്കള, ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ്. പിന്നെ യൂട്യൂബിന്റെ ഒരു സിംബലും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മോണിമെന്റ് ആണ് കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡില് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് 3 കൊളുത്ത് വെച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു ഉപഹാരമാണ്. അപ്പോ താങ്ക്സ് ടു ദ എൻറ്റയർ ടീം ഓഫ് യൂട്യൂബ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം തന്നതിൽ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഈ അവസരത്തില്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കാണിക്കാനുള്ളത്, ഒന്ന് കവറിൽ ഇട്ട് വെക്കട്ടെ കേട്ടോ. പിന്നെ ഇതില് ഇനിയുള്ളത് നമുക്കൊരു റെക്കഗ്നീഷൻ കാർഡാണ്. യൂട്യൂബിൽ തന്നെ ഒരു റെക്കഗ്നൈസ് യുവർ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനിയുള്ള
നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്കുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ തന്നിരിക്കുന്ന ഒരു കാർഡാണിത്. പിന്നെ ഉള്ളത് ഈ ബോക്സ്, അതായത് ഈ കൊറിയർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത ഒരു അവിടുത്തെ ഒരു എംപ്ലോയിയുടെ ഒരു വിസിറ്റിംഗ് കാർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഭാഗ്യത്താൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഡാമേജോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോക്സില്. ഇത്രയും തന്നെ ഒരുപാട് അംഗീകാരമാണ് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. നമ്മുടെ അൺബോക്സിങ് അങ്ങനെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും എന്ന് അറിയാം. എല്ലാവരോടും നന്ദി എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയ കേക്ക് കട്ടിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. എല്ലാവരുടെയും സ്നേഹത്തോടെ ഞങ്ങള് അനുമതിയോടെ ഞങ്ങള് 1 lakh സബ്സ്ക്രൈബർ അടിച്ച നമ്മുടെ ചാനലിന്റെ ഒരു പ്രത്യേക കേക്ക് കട്ടിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മള്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞങ്ങളൊരു ക്യാൻഡിൽ ലൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ ചെയ്തു കോവിഡ് കാലം ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരെയും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സാഹചര്യം അല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്ത് ഇത് ഒന്ന് ആഹ്ലാദം പങ്കുവയ്ക്കുവാണ് നിങ്ങളുമായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തിരിയൊക്കെ ഒന്ന് കത്തിക്കട്ടെ. കേക്ക് നമുക്ക് മുറിക്കാം. എന്നാല് ദീപമൊക്കെ കത്തിച്ചു കേക്ക് മുറിക്കാന്. ഊതിക്കോ ക്യാൻഡില്. അപ്പേ ഊതിക്കോ. മടിയാതൊക്കെ ഊതല്ലല്ല, അല്ല കിടന്നല്ല. അപ്പൊ ഇനി കേക്ക് മുറിക്കാൻ പോവാണ്. ഇച്ചിരി നീക്കി വെക്കാന്ന ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേക്ക് മുറിച്ചാൽ മതി. ഞങ്ങൾ ഇരുന്ന് തന്നെയാട്ടോ കേക്ക് കട്ട് ചെയ്യണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിള് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നതാണ് കേട്ടോ. തെറ്റിപ്പോയി ആയതുകൊണ്ട് ഹൈറ്റ് കുറവാ സ്വല്പം. അപ്പൊ ഈ കൺഗ്രാജുലേഷൻ എന്നുള്ളതിന്റെ അവിടെ കട്ട് ചെയ്യാവോ? എങ്ങനെയാ അഭിപ്രായം രണ്ടുപേരുടെ? അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുവാണ്. കൺഗ്രാജുലേഷൻ മുറിയാൻ ഇച്ചിരി പാടാണോ? മുറിഞ്ഞു. മാറ്റി വെക്കാം. ഇച്ചിരി മാറ്റി വെച്ചോ. വെക്കട്ടെ. ഇത് വായി വെച്ച് തരണ്ടേ? അത് തരാം. എടുത്ത് വെക്കട്ടെ. അത് മതി. ഒരെണ്ണം എടുത്താ മതി. എനിക്ക് ഇച്ചിരി മതി കേട്ടോ. മധുരല്ലേ ഇച്ചിരി മതി കേട്ടോ. മധുര ആയതുകൊണ്ടോ? എനിക്കത് തന്നില്ലാന്ന് തോന്നുന്നു. എനിക്കൊന്നും തരാനില്ല. കണക്ക് കേട്ടോ. ഞാൻ ആദ്യം കൊടുക്കാം. നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാട്ടോ. വെരി ബ്യൂട്ടിഫുൾ കേക്ക്. ഞാൻ ചെറുതായെടുത്ത ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ എങ്ങനെയാണെന്നറിയാൻ. നല്ല കേക്കാട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ലതാ. ഇത് ഞങ്ങൾക്ക് ചെയ്തു തന്നവര്. അപ്പൊ അവർക്ക് ഒരു ബിഗ് താങ്ക്സ് ഞങ്ങളുടെ വക. ഞങ്ങള് രണ്ടുപേരും അവരെ കണ്ടിട്ടില്ല. മകളാണ് പുള്ളിക്കാരിയായിട്ട് പരിചയം. അപ്പൊ പുള്ളിക്കാരത്തിന് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഒത്തിരി പേർക്ക് ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും ഈ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അപ്പൊ ഈ കേക്ക് അവർക്കായിട്ട് ഒന്ന് കാണിച്ച അതെ ഇങ്ങനെയാ സമർപ്പിക്കാം അല്ലേ? എല്ലാവർക്കുമായിട്ട് ഈ കേക്ക് ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. നേരിട്ട് നമുക്ക് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ ഈ കേക്ക് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളിവിടെ തരികയാണ് കേട്ടോ. ഞങ്ങൾ തന്നു എന്ന് കരുതിക്കോളൂ, വെർച്വലി ഞങ്ങൾ തരികയാണ്. അപ്പം എല്ലാവരുടെ സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഇപ്പൊ മേലിലും ഇതുപോലെ തന്നെ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അതെ, ശരി, ബൈ.